നമസ്തേ. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്നതല്ല, ചെറുതിലോട്ടെ നമ്മളിങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നീട് കോളേജിൽ പഠിച്ചപ്പം, കോളേജിൽ ചെന്ന സമയത്ത് മിക്കപ്പോഴും ഓരോ ആളുകളെ നോക്കി വരയ്ക്കുക, കാരിക്കേച്ചർ നമ്മൾ പറയത്തില്ലേ, അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ അതേ കണക്ക് വരച്ചെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. അത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ ഒരു ശീലമാണ്. കാണുന്നത് അതേ കണക്ക് വരയ്ക്കുക എന്നുള്ളത്. ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അതാണ് മെയിനായിട്ട് വേണ്ടുന്നത്. നമ്മൾ എന്താണോ കാണുന്നത് അതിനെ മനസ്സിലാക്കുക, അതിനെ പേപ്പറിലേക്ക് പകർത്തുക എന്നുള്ളത്. അപ്പം കോളേജിൽ പഠിക്കുമ്പോൾ മിക്കപ്പോഴും ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അത്യാവശ്യം ആളുകളുടെ ഇടയിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ടുമൊക്കെ ഉള്ള ഒരു മെയിൻ ഹോബിയായിരുന്നു ചെറിയ തുണ്ട് പേപ്പറിനകത്തൊക്കെ കാണുന്ന ആളുകളെ അതേ കണക്ക് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് അറിയാമോ, ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്ന് മീശയും താടിയൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരുത്തി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടേ എൻ്റെ പടം അങ്ങ് വരച്ച്. ആളെ കാണണ്ടേ, ഇങ്ങോട്ട് നെല്ലടി, അവൾക്കങ്ങ് നാണം കേട്ടോ. ഇവളാണ് അവള്, അതിഥിക്കുട്ടി. ഇനി എന്നെ വരച്ചത് കാണണ്ടേ, നോക്കട്ടെ. കൊച്ച് ക്ഷേഷകാരി, പെങ്ങളെ മോള. അപ്പം പുള്ളിക്കാരിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേട്ടോ, ഇതാണ് ഞാൻ. എന്തായാലും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഒരു വട്ടമൊക്കെ വരച്ച് ഒരു ഇർക്കിൽ പോലത്തെ ഒരു കാലും 2 കാലും ഒരു ശരീരവും 2 കൈയൊക്കെ ആയിരുന്നു വരയ്ക്കുന്നത്. ഇതെന്തായാലും പുരോഗതി ഉണ്ട്. കണ്ടോ എൻ്റെ മുടി, താടി, മീശ, ചെവി, കാല്, കൈയൊക്കെ നല്ല രസമുണ്ട്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അപ്പം ഇവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാകാരികൾ വളർന്നു വരണം. കാണുന്നതെല്ലാം കണ്ട് വരയ്ക്കണം കേട്ടോ അതിഥി, കേട്ടോ. പിന്നെ ഇവിടെ ഓരോരുത്തരെ ഇതേ കണക്ക് വരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തൊക്കെ. ഇയാളുടെ വരയിൽ വരയ്ക്കാനായിട്ടുള്ള ആളുകളില്ല, ഇവരെയൊക്കെ നോക്കിയാണ് വരച്ചേക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കലകളെ ഓരോരുത്തരും അവരവരുടെ വീട്ടിലുള്ള മക്കളെ പ്രോത്സാഹിപ്പിക്കുക. അവരും നല്ല ഒരു ചിത്രകാരനും ചിത്രകാരിയൊക്കെ ആയിട്ട് വളരട്ടെ. കലകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകം തോന്നി. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പം എല്ലാവർക്കും ഒരു ഹായ് കൊടു അതിഥി, കൊടു ഹായ്, കൊടു ഹായ്. സോനു, സൊപ്പു, ഓക്കെ, ബൈ ബൈ.